ഒമാനിലെ പ്രവാസി ജീവിതത്തിൽ സുപ്രധാനമായ ഒരു അധ്യായം നവംബർ 15 നാളെ മുതൽ ആരംഭിക്കുകയാണല്ലോ. 1.5 മാസം. ആ കാലയളവിനുള്ളിൽ രേഖകളില്ലാതെ കഴിയുന്നവർ, രേഖകൾ എക്സ്പയറി ആയിപ്പോയ ആളുകൾ, രേഖകൾ നഷ്ടപ്പെട്ടു പോയവർ, അനധികൃത താമസക്കാർ എന്ന ഗണത്തിൽപ്പെടുന്ന എല്ലാ ആളുകൾക്കും അവരവരുടെ നാടുകളിലേക്ക് പിഴ കൊടുക്കാതെ സുഗമമായി ലളിതമായി പോകാൻ പറ്റുന്ന സൗകര്യം ഏർപ്പാടാക്കുമ്പോൾ എങ്ങനെയാണത് നടപ്പിലാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ പറഞ്ഞയക്കേണ്ടത്, അല്ലെങ്കിൽ സ്വയം പോകേണ്ടത് എങ്ങനെ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒമാൻ മലയാളം ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഒമാൻ മലയാളികൾ എന്ന ഏറ്റവും വലിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ് വിവരങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നത്. ഒന്ന് പിഴയില്ലാതെ പോകാമെന്നുള്ള ഏറ്റവും വലിയ ആശ്വാസം ഒരു പൊതുമാപ്പിന്റെ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ട്, manpower.gov.om. മനുഷ്യവിഭവശേഷിയാണല്ലോ ആളുകളുമായി ബന്ധപ്പെട്ട തൊഴിലിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. manpower.gov.om. ഈ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് നവംബർ 15 രാവിലെ മുതൽ പ്രാബല്യത്തിൽ വരും. ആ ലിങ്ക് അതിൽ പോയിട്ട് പാസ്പോർട്ട് നമ്പർ, റെസിഡന്റ് കാർഡ് ID, ഏതെങ്കിലും നേരത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മതി, അത് വെച്ച് രജിസ്റ്റർ ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നേരെ സനദിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ പൊതുമാപ്പിന്റെ പ്രത്യേകത. ഇനി ഇതുണ്ടെങ്കിലും വെബ്സൈറ്റിൽ ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ സനദിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കിട്ടും. ഇത് കിട്ടിയിട്ട് 7 ദിവസത്തിനകം ഗവൺമെന്റിന്റെ അപ്രൂവൽ നമുക്ക് കിട്ടും. 7 ദിവസം എന്ന് പറയുമ്പോൾ അത് 10 ദിവസം വരെ ആകാം. 7 പ്രവൃത്തി ദിവസമാണ് ഈ പറയുന്നത്. ആ 10 ദിവസം കൊണ്ട് നമുക്കൊരു അപ്രൂവൽ കിട്ടുന്നു. ഈ അപ്രൂവൽ കിട്ടിയാൽ ഒമാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ള പ്രാഥമിക അപ്രൂവൽ കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ എംബസിയിൽ പോയിട്ട് നമ്മുടെ രേഖാ സംബന്ധമായിട്ടുള്ള ഒരു ട്രാവൽ ഡോക്യുമെന്റ്, പാസ്പോർട്ടോ ഔട്ട് പാസോ എക്സിറ്റ് പാസോ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ, എമർജൻസി സർട്ടിഫിക്കറ്റോ, അതിനുവേണ്ടി അതില്ലാത്തവർക്ക് അങ്ങനെ, ഉള്ളവർക്ക് അങ്ങനെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ട് BLS മുഖേന അപേക്ഷിച്ചിട്ട് അതിൽ ഒരു തീരുമാനമുണ്ടാക്കാം. അതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ PCR എടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു കാശും കൊടുക്കേണ്ടി വരില്ല. എന്നാൽ PCR എടുക്കുമ്പോൾ 72 മണിക്കൂർ പ്രാബല്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 72 മണിക്കൂറിനുള്ളിൽ എടുത്തിരിക്കുന്നതായിരിക്കണം. അതിന് 40 റിയാലാണ് സാധാരണഗതിയിൽ ഒമാനിലെ ആശുപത്രികൾ, ഇത്തരം കേന്ദ്രങ്ങൾ വാങ്ങുന്നത്. എന്നാൽ എല്ലാം ശരിയാക്കിയിട്ട് എയർപോർട്ടിൽ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പകുതിയോളം എന്ന അർത്ഥത്തിൽ 24 റിയാലിന്റെ പെട്ടെന്ന് കിട്ടാവുന്ന വിധത്തിലുള്ള PCR എടുത്തിട്ട് പോകാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 31 മുമ്പ്, ഡിസംബർ 31 മുമ്പ് ഇത്തരം രേഖകളെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇതെല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് യാത്ര ചെയ്യാം. ഈ പ്രീ അപ്രൂവൽ എന്ന് പറയുന്ന ഒമാൻ ഭരണകൂടം manpower.gov.om വഴി ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രീ അപ്രൂവൽ, അതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ നമ്മുടെ എംബസിയും ആൾക്കാരും ചെയ്തു തരുന്ന സേവനങ്ങളാണ്. നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് 31 മുമ്പ് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വീണ്ടും നീട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് കുറേ ആളുകൾ എപ്പോഴും കഴിയും. അങ്ങനെ പോകാതെ പോയിട്ട് സുഗമമായി എന്തെങ്കിലും തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ അവശേഷിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വല്ലപ്പോഴും കിട്ടുന്ന ഈ ഒരു വലിയ ഇളവ്, ആനുകൂല്യം. ഇതൊക്കെ ഒമാനിലെ ഭരണാധികാരികളുടെ ഔദാര്യം നിറഞ്ഞ സമീപനത്തിന്റെ, മനുഷ്യത്വപരമായ ഇടപെടലിന്റെ ഒരു രൂപരേഖയായി നമ്മൾ കാണുകയും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനസ്സിലാക്കി നിയമം അനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഈ സമയത്തൊരു ടിക്കറ്റിന് വലിയൊരു തള്ളിച്ച എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകാം. കൂടുതൽ നിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇതേക്കുറിച്ചൊന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നാൽ ആ ടിക്കറ്റിൻ്റെ കാര്യത്തിലും നമുക്ക് ഒരുപാട് ലളിതമായിട്ടുള്ള നിരക്കിൽ കിട്ടാൻ പറ്റുമോ എന്ന് നോക്കാം. സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ള എയർ ബബിൾ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റുകളിലൊക്കെ കുറവ് വന്നിരിക്കുമ്പോൾ ടിക്കറ്റ് നിരക്ക് കൂടും എന്ന കാര്യമൊന്ന് ഓർമ്മിച്ചിരിക്കണം. അതുകൊണ്ടൊരു മുൻകൂട്ടിയുള്ള ആസൂത്രണം ഈ വിഷയത്തിൽ അനിവാര്യമാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സഹായിക്കാൻ വേണ്ടി എംബസിയുണ്ട്, BLS ഉണ്ട്, സനദുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, സാമൂഹിക പ്രസ്ഥാനങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഒമാൻ മലയാളികൾ എന്ന ഗ്രൂപ്പ് അഡ്മിന്മാരുമായി ബന്ധപ്പെട്ടാൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള ഉപദേശം എപ്പോഴും അഡ്മിന്മാരും തന്നുകൊണ്ടിരിക്കും എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും കുടുംബത്തോടൊപ്പം ഒന്നിച്ചു ചേരാൻ പറ്റിയ ഏറ്റവും മാന്യമായ ഒരു മാർഗം, അവസരം മുന്നിൽ വരുമ്പോൾ ഒമാനിലെ പ്രവാസി സുഹൃത്തുക്കൾ, വിസ കഴിഞ്ഞു നിൽക്കുന്നവർ, എത്രയോ വർഷങ്ങളായി കുടുങ്ങിക്കിടക്കുന്നവർ എന്ന് തോന്നാവുന്നവർ ഒക്കെ പോകാൻ പറ്റിയൊരു അവസരമാണെന്ന് ഓർമ്മിക്കുക. നന്ദി.